ദിലീപ് കേസിലെ കോടതി വിധിയൊക്കെ വന്നു. ഒരുപാട് മാനിപ്പുലേഷനൊക്കെ ഇതിൽ നടന്നിട്ടുണ്ട്. അതായത് പോലീസ് കൃത്യമായി പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. പ്രോസിക്യൂഷന്റെ പൂർണ്ണ പരാജയം ഈ കേസിലുണ്ട്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലരും ഇപ്പോൾ പറയുന്നത്. മെമ്മറി കാർഡിൽ പല കാര്യങ്ങളുണ്ട്, ഇത് പലരുടെ കയ്യിലേക്ക് പോയി 3 തവണ തുറന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പൾസർ സുനി ഇത് ഗൂഢാലോചന നടത്തിയില്ലെങ്കിലും പൾസർ സുനി ഇത് ചെയ്യും. അയാളെ മെമ്മറി കാർഡ് 2 ഫോൾഡറുണ്ട്. അതിലെ ഒരു ഫോൾഡറിൽ അതിജീവിതയുടെ രഹസ്യ കാര്യങ്ങളാണെങ്കിൽ മറ്റൊന്നിൽ ഒരുപാട് സ്ത്രീകളുടെ നഗ്ന വീഡിയോകളടക്കം ദൃശ്യങ്ങളടക്കം പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരു ദിലീപ് പറഞ്ഞാലും അല്ലെങ്കിൽ ദിലീപ് പറഞ്ഞില്ലെങ്കിലും അയാൾക്ക് തോന്നിയാൽ അയാൾ ഇത് ചെയ്യും. അങ്ങനെയല്ലേ നമ്മളിത് മനസ്സിലാക്കേണ്ടത്? ഉറപ്പായിട്ടും ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിനകത്ത് ഗൂഢാലോചന നടന്നത് ദിലീപിനെതിരെ, അതാ സത്യം. അതെ. ഈ രാമൻപിള്ള എന്ന് പറയുന്ന വക്കീൽ, അദ്ദേഹം ദീർഘകാലത്തെയും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തനായിട്ടുള്ള പ്രബലമായിട്ടുള്ള അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ഏറ്റവും കുഴപ്പങ്ങൾ പിടിച്ച കേസുകൾ ഏറ്റെടുക്കുന്ന മനുഷ്യനും വലിയ വിജയിപ്പിക്കുന്ന മനുഷ്യനും. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് എടുത്തു പറഞ്ഞു ശ്രീലേഖ സന്ധ്യ അവർ ഈ കേസിനകത്ത് ദിലീപിനെ കുടുക്കിയതാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയാൻ തയ്യാറായി. അപ്പം ആദ്യ തൊട്ടേ ഉണ്ട്. അപ്പം അതിനകത്ത് ആദ്യ തൊട്ടേ ഉള്ളപ്പോൾ അതിനകത്ത് അവർ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാം ആ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യമുള്ളവരെ മാത്രം വെച്ച് അന്വേഷിക്കുന്ന ഒരു കേസായിരുന്നു. ഈ സന്ധ്യ എന്ന് പറയുന്ന IPSകാരി ഒരു പക്ഷേ ഈ കേസിന് ശേഷം പ്രധാനപ്പെട്ട അന്ന് കേസ് അന്വേഷിക്കാൻ അവർക്ക് ആവശ്യമില്ലാത്ത ഘട്ടത്തിൽ അവർ അന്വേഷണ സംഘത്തിലില്ലാത്ത സമയത്ത് അവർ കയറിയിരുന്ന് ദിലീപിനെ വിളിച്ചു വരുത്തി 11 മണിക്കൂർ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട കക്ഷിയായതുകൊണ്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രമാദമായ കേസായതുകൊണ്ട് മുഖ്യമന്ത്രിയെ വിളിച്ചറിയിച്ചെന്നാണ് പറയുന്നത്. എല്ലാ തെളിവുകളും കിട്ടി, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് 8 കൊല്ലം അത്രയും ദിവസം അന്വേഷണം. ഇയാളെ എവിടെല്ലാം കൊണ്ടുപോയി? ഇയാളെ കൊണ്ടുപോയതൊക്കെ നമുക്കറിയാമല്ലോ. ഇയാളെ തെളിവെടുപ്പിന് വേണ്ടി ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി. ഹോട്ടൽ മുറിയിൽ എന്തോ ഏതാണ്ട് ഇരിപ്പുണ്ടായിരുന്നു, എല്ലാം കണ്ടോ? അതായത് ഇയാളെ പ്രദർശിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തെ കുറ്റവാളിയാണെന്ന് ആരോപിച്ച് പെടുത്തി എന്നിട്ട് പ്രദർശിപ്പിച്ച് അയാളെ അതായത് ആ മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയാണ്? ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യ തൊട്ടേ ആ പരിപാടി തുടങ്ങി. എല്ലായിടത്തും കൊണ്ടുപോയി ഇയാളെ ലോകം മൊത്തം പ്രദർശിപ്പിച്ചിട്ട് ഇയാളുടെ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ കെയർ ഓഫിൽ അടിച്ചു പൊട്ടി. നാട്ടുകാരൊന്നുമല്ല ചെയ്തത്, നാട്ടുകാരുടെ വ്യാജേന, നാട്ടുകാരെന്നുള്ള വ്യാജേന കൊട്ടേഷൻ ടീമിനെ വെച്ചാണ് ഈ പുട്ടെന്നൊക്കെയുള്ള എല്ലാം അടിച്ചു പൊട്ടിക്കായിരുന്നു. പിന്നെ നാട്ടുകാർക്ക് ഇതാ ജോലി. എന്തെല്ലാം വിഷയം പ്രത്യേകിച്ചും കേരളത്തിൽ അങ്ങനെ ഇറങ്ങി പൊട്ടിക്കുന്ന വടക്കേ ഇന്ത്യയിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇത് അങ്ങനെ വന്നു. അതിനുശേഷം ഈ കേസ് അന്വേഷിച്ചു, തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും ഉണ്ടായില്ല. അതിന് ശേഷം ഇടയ്ക്കൊരു ബാലേന്ദ്രകുമാർ ഒരുത്തം വന്നു, അവൻ കൊണ്ട് കൊടുത്തു. എല്ലാം നോക്കി വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ളവൻ ആദ്യമേ കൊടുത്ത മൊഴി എങ്ങനെയാണെന്ന് അറിയാം. എന്നെ ഒരു മാഡമാണ് ഏൽപ്പിച്ചത്. ഇതിനകത്ത് നമ്മൾ മാഡത്തെ മഞ്ജു വാര്യരെ സംശയിക്കാം, പിന്നെ ഇപ്പം പോലീസ് ഓഫീസർ ഇവരെ സംശയിക്കാം, പലരെയും സംശയിക്കും. ഇപ്പം വന്നിരിക്കുന്ന മാഡം ഒരു സംവിധായകൻ്റെ ഭാര്യ. ആ സംവിധായകൻ്റെ ഭാര്യയ്ക്ക് എന്താണ് ഈ പറയുന്ന അതിജീവതയും ഈ സംവിധായകൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഈ സംവിധായകൻ്റെ ഭാര്യയുടെ മകനുമായിട്ട് പ്രേമത്തിലായിരുന്നു. കല്യാണം കഴിച്ചു. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പെണ്ണുമ്പിള്ളയെ വിട്ടിട്ട് അവ ഗോവയിൽ പോയി. അവിടെ ചെന്ന് കിടന്നു. പെണ്ണുമ്പിള്ള പിണങ്ങിപ്പോയി. ഈ വൈരാഗ്യത്തിന് കൊട്ടേഷൻ കൊടുത്തു. അവസാനം ദിലീപിനുമായിട്ട് ഈ മാഡത്തിന് വസ്തുക്കച്ചവടം ഉണ്ടായിരുന്നു. വസ്തുക്കച്ചവടത്തിന്റെ കഥ അതിജീവിതയ്ക്കും ഉണ്ട്. 60 കോടി രൂപയുടെ വസ്തുക്കച്ചവടം ഇപ്പോഴും എഴുതി കൊടുക്കാറുണ്ട് ദിലീപിന്. അപ്പോൾ ഈ മാഡത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ മാഡം ഇതിന്റെ പുറത്തോട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ പല കഥകളും വരുന്നത്. അതവിടെ കിട്ടും. പൾസർ സുനി എന്ന് പറയുന്ന ആളുടെ കാര്യം. പൾസർ സുനി പ്രധാനപ്പെട്ട കക്ഷി. ഇവനെ പരിശോധിക്കുമ്പോൾ ഇവനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവൻ പല സ്ത്രീകളെയും ഇതേ രീതി ചെയ്തിട്ടുണ്ട്. ഇവന്റെ സ്വഭാവ വൈകല്യമാണിത്. മനസ്സിലാവുന്നുണ്ട്. അവൻ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചെയ്താൽ അതിനകത്ത് അവരെ ബലാത്സംഗം ചെയ്യുക, അത് പകർത്തുക, അത് സൂക്ഷിക്കുക, ഇതൊക്കെ ഒരു ബ്ലാക്ക്മെയിൽ. ഇതിനകത്ത് ഈ സ്ത്രീയുടെ മാത്രമല്ല വേറെ പല നടികൾക്കും ഈ രീതിയിൽ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരുവല്ലക്കാലത്ത് ഒരു പ്രശസ്തമായ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു നടി ഇതിന് ശേഷം ഈ മൗന നമ്മുടെ ഈ ഡിപ്രഷനായി അവർ പിന്നെ ഈ സിനിമ ഫീൽഡിൽ നിന്ന് വിട്ടുപോയി. ഇപ്പം നമ്മുടെ കേരളത്തിലും ഇല്ല. അവരിപ്പോൾ ഒരു നല്ല മദ്യപാനിയാണ്. അവർ ദുബായിലോ മറ്റോ ഉണ്ട്. അപ്പം ഇങ്ങനെ പലരും ഉണ്ട്. 3-4 പേരുടെ പേരിൽ ഇതുകൊണ്ട് വെളിയിൽ വരാത്തതാണ്. അപ്പം ഈ നേരത്തെ ഉള്ള ക്രൈമുകളിൽ നിന്നും രക്ഷപ്പെട്ടു. ഇവനെ രക്ഷപ്പെടുത്താനാളുണ്ട്. അല്ലെങ്കിൽ മാനം കൊണ്ടാരും വെളിയിൽ പറഞ്ഞില്ല. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇവരും വെളി പറയത്തില്ലായിരുന്നു. ഇതാണ് ഇവരുടെ. പക്ഷെ ഇവർ വെളി പറയാതിരുന്നല്ല,
ഇത് വെളിയിൽ കൊണ്ടുവന്നതാണ് ഈ സംവിധായകന്റെ ഭാര്യ. കാരണം ഇവരെ പെടുത്തണമായിരുന്നു. ഇവർക്ക് ഇതിനെ താല്പര്യക്കുറവുണ്ട്. അതിജീവിതയ്ക്ക് അന്ന് തൊട്ടേ ചിരിച്ചും കളിച്ചും നടക്കുക. സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിപ്രഷനൊക്കെ കണ്ടില്ലേ. അതിന് ശേഷം അവർക്ക് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, വളരെ ഹാപ്പിയാണ്. കരയുന്നത് ഭാഗ്യലക്ഷ്മി മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് പറയാനുണ്ട് ഇവരുടെ ഫോൾഡർ, ഇദ്ദേഹത്തിന്റെ ഫോൾഡർ പരിശോധിച്ചു. അല്ലല്ല, ഫോൾഡർ പരിശോധിച്ചു. ഫോൾഡറിനകത്ത് 2 പേരായിട്ടേക്കുന്നതെന്ന് പറഞ്ഞു. ഒന്ന് മൈ, ആരാന്നറിയാം, അതിജീവിത. മറ്റേത് ഡിയർ, കണ്ടമാനം കിടക്കുക. കാരണം എണ്ണാൻ പറ്റാത്തോണം ആയിരക്കണക്കിന് കിടക്കുവാന്നാ പറഞ്ഞത്. ഇത് മൊത്തം ഇതുപോലുള്ള വീഡിയോസാ. അപ്പൊ ഇവന് വളരെ കാലം കൊണ്ട് തുടങ്ങിയ പണിയാ. ഇവന്റെ സ്ഥിരം ഇവന്റെ പണി ഇതാ, സൂക്ഷിച്ചേക്കുക. ഞാനൊരു ചോദിച്ചിട്ടെ, ഇതുകൊണ്ട് മാത്രം മതിയല്ലോ ഇവന് സ്ഥിരമായിട്ടൊരു വൈകല്യമുള്ളവൻ, സ്വഭാവമുള്ളവൻ. ഇതിനകത്തൊന്നും ഇത് ചെയ്യുന്നതിനൊക്കെ ബാക്കിയുള്ളവരെല്ലാം ചെയ്ത് ആര് കൊട്ടേഷൻ കൊടുത്തോ? ഇപ്പുറത്ത് കിടക്കുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100 കണക്കിന് സ്ത്രീകളുടെ നഗ്ന വീഡിയോ പകർത്താൻ ഇതിനകത്ത് ഫോൾഡറിനകത്ത് സൂക്ഷിച്ചിരുന്ന അവരെ ആര് കൊട്ടേഷൻ കൊടുത്തിട്ടാ? ഇത് മാത്രമാണോ കൊട്ടേഷൻ? ഇത് മാത്രമല്ല, 1 കോടി രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത് ആരെങ്കിലും എടുക്കൂ? 1 കോടി രൂപയുടെ പറഞ്ഞ് വെച്ചേക്ക് വരുന്നു കേട്ടോ. 15,000 രൂപ കൊട്ടേഷൻ കൊടുത്തു. അവൻ പോയി ചെയ്തിട്ട് വന്നിട്ട് ബാക്കി കൊടുത്ത് ചോദിച്ചു. പക്ഷേ പറ്റിച്ചു. കാരണം 1 കോടി രൂപ എവിടെയാന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുത്തിട്ട് 1 കോടി രൂപ എവിടെയെങ്കിലും കൊണ്ട് വെക്കണ്ടേ? ഒന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ വെക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബാങ്കിലുണ്ടോ, അല്ലെ വസ്തു മേടിക്കണം. അപ്പോൾ അത് വേണ്ടേ? അപ്പം ഇതേ രീതിയിൽ ഇതിനകത്ത് ഈ പോലീസിന് ഏറ്റവും കൂടുതലായിട്ട് ദിലീപ് എന്ന് പറയുന്ന കക്ഷിയെ ഇതിനകത്ത് പ്രതിയാക്കാതിരിക്കുന്നതിനും ഇവനെ കൃത്യമായിട്ട് ഇതേ രീതിയിൽ സ്വഭാവമുള്ളവനാക്കും എന്നുള്ള രീതിയിലേക്ക് പോലീസ് സ്റ്റേഷനിൽ ആദ്യം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഇത് മതി. പക്ഷേ പോലീസ് അവനെ അത് മറച്ചു വെച്ചിട്ട് ഇത് ഈ ഒരു കേസ് മാത്രമാക്കിയിട്ട് പോലീസ് അവനെ മറ്റു കേസുകൾ, കാരണം മറ്റു സ്ത്രീകളെ എന്താ പോലീസിന്റെ രഹസ്യമായിട്ട് ഇവരെ വിളിച്ച് ചോദിക്കാമല്ലോ. വനിതാ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഇവരെ എല്ലാം വിളിച്ചിട്ട് മൊഴിയെടുത്താൽ മതിയല്ലോ. ഏത് രീതിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, എന്താണ്? അപ്പൊ തന്നെ അവൻ മാത്രമാവത്തില്ലേ? അവൻ ഈ പറയുന്നത് പോലെ ആരും കൊട്ടേഷൻ കൊടുക്കാതെ തന്നെ ഇത് ചെയ്തെന്നാവത്തില്ലേ? കൊട്ടേഷൻ കൊടുത്തു എന്ന് അവനെ കൊണ്ട് പറയിച്ച് അവനെ മൂലകിയാരത്തി 3 ഇടി കൊടുത്താൽ മതിയല്ലോ. ഇതിനകത്ത് ദിലീപിനെ കൊണ്ടുവന്ന് ജയിലിലിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പൾസർ സുനിയെ വെച്ചേക്കുവോ അവരുടെ ഒരു കാര്യത്തിന്? അങ്ങനെ 9 കോടി രൂപ തുടക്കത്തിൽ ഈ പറയുന്ന കുറ്റാരോപിതയായിട്ടുള്ള IPS ഓഫീസർ മേടിച്ചെന്ന് കരക്കമ്പിയുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്, അന്നേ ആരോപണമുണ്ട്. അപ്പോൾ അവർക്കെന്തോ പിന്നെ അതിനുശേഷം ഈ പറയുന്ന റോഡിൽ നിൽക്കുന്നവനെ മജിസ്ട്രേറ്റ് എണീറ്റ് നിന്ന് തൊഴിലെന്ന് പറയുന്ന സൈസ് സാധനങ്ങൾക്കെല്ലാം കാശ് കൊടുത്ത് ഇതിൻ്റെ പുറയിൽ 8 കൊല്ലം നിന്നിട്ട് ഈ കോടതി വിധി വന്നിട്ട് ഇന്നലെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സെക്ഷൻസ് കോടതി ജഡ്ജി പറഞ്ഞ് എൻ്റെ പൂർവ്വചരിത്രം അല്ലെങ്കിൽ നാളെ കാലത്തേക്ക് ഉള്ള കാര്യം പറഞ്ഞത്, കോടതിയെ പറ്റി വല്ലതും പറഞ്ഞ മര്യാദ പിടിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാ ഭാഗ്യലക്ഷ്മിയൊക്കെ എന്ന് വാങ്ങുമ്പോൾ അടച്ചത്. ബാക്കി ഇപ്പം എല്ലാം നടച്ച് റോഡിൽ ഇന്നൊക്കെ നടച്ചിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ സൂക്ഷിച്ചാ പറയുന്നത്. നേരെ പണി കിട്ടും. ഇന്നലത്തോടുകൂടി റോഡിൽ നിന്ന് തൊഴിലെന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവന് പണിയായി. അതൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. എണീറ്റ് നിന്ന് തൊഴിലെന്നേ പറഞ്ഞ് മജിസ്ട്രേറ്റ് പുള്ളിയെ കണ്ടപ്പോൾ എണീറ്റ് നിന്ന് തൊഴിൽ. അവനൊക്കെ ഒന്നുവെച്ചാൽ അങ്ങ് വിലസുമല്ലായിരുന്നു. ഈ വരുന്ന വഴിയെ ഭാഗ്യം കൊണ്ടുവരുന്ന വഴിയെ ദൈവം തമ്പുരാന് എങ്ങനെയായാലും ഇപ്പൊ നിങ്ങൾക്കറിയാമല്ലോ രാഹുലീച്ചന്റെ അവസ്ഥ. എങ്ങനെ വന്നാലും ജാമ്യം കിട്ടത്തില്ല. ഏത് രാഹുകാല സമയത്ത് അവനെ പിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. സമയം നോക്കി വെക്കണം. എങ്ങനെ വന്നാലും 15-ാം തീയതി വല്ലതും കുരുക്കുണ്ടാവുമെന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഞാൻ ഈ വിധി അംഗീകരിക്കില്ല. അംഗീകരിക്കില്ല. അവര് പറയുന്നത് ഈ അതിജീവിത അവർ ഈ പറയുന്നത് തൊഴിൽ മറ്റേ സർക്കാരിന്റെ സൗജന്യ റേഷൻ മേടിച്ച് കിടക്കുന്ന ആളാണ്. ദിലീപ് അങ്ങനെ ആണോ? ഈ 1000 പേരും അതിജീവിതയല്ല. 1000 പേര് സ്ത്രീകളുമല്ല. വേടന്റെ അല്ല, വേടന്റെ വേറെ ഇതാ. ഞാൻ പോട്ടെ. അപ്പം ഇവർക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് വേറെ പ്രശ്നം. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത് പ്രത്യേകിച്ചും ചില ആണുങ്ങൾക്കും നല്ല അറിയാവുന്ന സ്ത്രീകൾക്കും മനസ്സിലാവും ഭാഗ്യലക്ഷ്മിയുടെ വിഷയം എന്തോന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ വിഷയം എന്തോന്ന് വെച്ചാൽ അവിടെ ഇരുന്നോട്ട് ഭാഗ്യലക്ഷ്മി ഒരു കാര്യം ചെയ്യണം. ഭാഗ്യം പോലെ സമയം പോലെ ഈ പറയുന്ന പോലെ ഇവൻ്റെ ഇതിനകത്ത് അതിജീവിതയുടെ മാത്രം കാണാതെ മറ്റേതുകൂടെ കണ്ടിട്ട് അവർക്കൂടെ ഒരു സംരക്ഷണം കൊടുത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം ഒപ്പിക്കണം. അല്ലാതെ ഇതിനകത്ത് ദിലീപിനെ കുരുക്കാൻ നടക്കത്തില്ല. ഇന്നലെ നിയമ വിദഗ്ധരൊക്കെ എടുത്ത് വെച്ച് പരിശോധിച്ചു. അത്യാവശ്യം അലയ്ക്കുന്ന മാധ്യമ പ്രവർത്തകരും എടുത്ത് പരിശോധിച്ചു പറഞ്ഞു എവിടെ പോയാലും ദിലീപിനെ പിടിക്കാനൊക്കത്തില്ല. കാരണം ദിലീപിന്റെ ശ്രീലേഖ പറഞ്ഞു ഈ ഗൂഢാലോചന സോറി ശ്രീലേഖ നല്ല സ്ത്രീയുടെ പേരാണ്. സന്ധ്യ പറയുന്നവർ ഗൂഢാലോചന തെളിയിക്കാൻ പാടാ. ശരിയാ, അതുകൊണ്ടാണല്ലോ ഗൂഢാലോചന വെച്ചത്. അല്ലെങ്കിൽ ബലാത്സംഗം വെച്ചേനെ.
പൾസർ സുനിക്ക് അല്ലെങ്കിൽ പൾസർ സുനിക്ക് പറഞ്ഞാൽ ദിലീപ് ബലാത്സംഗം ചെയ്യുന്ന പറഞ്ഞു, തെളിയിക്കാൻ പാടാ, ദിലീപ് ബലാത്സംഗം ചെയ്യുന്ന പറഞ്ഞു, ഗൂഢാലോചന തെളിയിക്കാൻ പാടാ. ഇപ്പം ഞാൻ കാണിച്ചിട്ടെ അല്ല, ഇന്നലെ പുതിയൊരു പിന്നെ ഇത് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതായത് ഇത് നടക്കുന്നതിന്റെ അന്ന് ദിലീപിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ദിലീപ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. ഞാൻ പറഞ്ഞു അവസാന ഉമാരിത് കൊണ്ട് ബലാത്സംഗം ചെയ്യുന്നതന്നെ വെക്കും. അതേ രീതിയിൽ ഗൂഢാലോചന തെളിയിക്കാൻ പാടാങ്കിൽ പിന്നെ എന്തിനാ ഗൂഢാലോചന കുറ്റം എടുത്തേ? അതെ, ഗൂഢാലോചന തെളിയിക്കാൻ പാടാങ്കിൽ പിന്നെ ഇയാളെന്തിനാ ഇത്ര 8 കൊല്ലം അന്വേഷിച്ചേ? അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഇപ്പോൾ വേറൊരാൾ പറയുക, ഇവിടുന്ന് നമുക്കിപ്പോൾ എനിക്ക് അടൂർ വരെ 130 കിലോമീറ്റർ ഉണ്ട്, ഇവിടുന്ന് അടൂർ വരെ നടന്നു പോകാൻ പാടാ, പക്ഷെ നടന്നാലെങ്കിൽ ചെല്ലും കേട്ടോ. അത് മനസ്സിലാക്കണം. നടന്നു പോകാൻ പാടാ, നടന്നാൽ ചെല്ലും. ചിലപ്പോൾ ഇന്നലെ വൈകിട്ട് ഇവിടെ നടന്നു തുടങ്ങി രാവിലെ ആകുമ്പോൾ ചെല്ലും. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ല തെളിയിക്കാൻ പറ്റാത്തൊന്നുമില്ല. അതിന് തൊല്ലം ചെയ്യുന്ന ഏത് കേസ് നോക്കിയിരുന്നോ, ഇന്ദിരാഗാന്ധിയുടെ കേസിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിട്ട് തെളിയിക്കാൻ പറ്റിയോ? അപ്പം കുറഞ്ഞ കേസും ഒന്നും ഇങ്ങനെ പല കേസുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക. അല്ല, അത് വേറെ തെളിവില്ലാഞ്ഞിട്ടല്ല, ഒരു തെളിവും, അതായത് ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ രാമപിള്ള സാർ പറഞ്ഞത്, ഒരു തെളിവും ദിലീപിനെതിരെ വ്യക്തമായിട്ട് കൊടുക്കാൻ വളരെ പ്രയാസപ്പെട്ടതും ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടും ദീർഘമായിട്ട് പരിശോധിച്ചപ്പോൾ ഒന്നുമില്ല. അതായത് ഈ കേസിനകത്ത് ഉൾപ്പെടുത്തി ഇവരാദ്യമേ ഉദ്ദേശിച്ചത് തന്നെ കേസ് വലിയ വലിപ്പത്തിലുള്ള കേസായിരുന്നല്ലോ. എടുത്തതിൻ്റെ വകുപ്പുകൾ അനുസരിച്ച് ഈ കേസിന് ജാമ്യം കിട്ടത്തില്ല. പൾസർ സുനി കണ്ടായിരുന്നില്ല 5 കൊല്ലം കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇനി അവന് 7 കൊല്ലം, ഇനി അവന് 13 കൊല്ലം കിടന്നാൽ മതി. അപ്പം ദിലീപ് കിടന്നാൽ മതി. അല്ല, അത് സങ്കടമാ, പെട്ടെന്ന് ഇറങ്ങുമെന്ന്. അല്ല, അത് 7 കൊല്ലം കിടന്നത് കൂട്ടും. അങ്ങനെ പറ്റത്തില്ല. അവന് പിന്നെ മൊത്തം ജീവപര്യന്തം. പിന്നെ ഈ ഭാഗ്യലക്ഷ്മിയെ വല്ല ആ മജിസ്ട്രേറ്റിന്റെ കസര കയറി വിധിച്ചാൽ പോരായിരുന്നു. ആ ഭാഗ്യലക്ഷ്മി, ഈ അരുൺകുമാറെ, മറ്റേ വേറെ ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. അതുപോലെ ആ ജബീമ, എത്ര അവരാരും കയറി വിധിച്ചാൽ കോടതി വിടേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു. 8 കൊല്ലം കോടതിയിൽ ഇഴകീറി പരിശോധിച്ച് എൻ്റെ പൊന്ന് തന്നെ ഇവരെ ആരോടായി പറയുന്നത്? അതിജീവിത പറഞ്ഞതനുസരിച്ച് വനിതാ ജഡ്ജിയെ വെച്ചു കൊടുത്തു. കോടതി ആരും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുത്തു. പ്രോസിക്യൂട്ടർമാരെ അതിജീവിത അനുസരിച്ച് വെച്ചു കൊടുത്തു. എല്ലാവരും പറഞ്ഞതനുസരിച്ച് വെച്ചു കൊടുത്തു. എന്നിട്ട് ഇവരുടെ തർക്കങ്ങൾ മൊത്തം ഹൈക്കോടതി, സുപ്രീം കോടതിയിൽ എല്ലാം കൊണ്ടുകൊടുത്ത് പരിശോധിച്ചു. തിരിച്ചു വന്നു. റിക്കാർഡിക്കലത് മൊത്തം ആദ്യം തൊട്ട് അവസാനം വരെ കോടതിയിൽ നടക്കുന്ന ഓരോ ചലനങ്ങൾ റെക്കോർഡ് ചെയ്തേക്കുക. അന്നേരം അഡ്വക്കേറ്റ് മിനി പറഞ്ഞു, എനിക്കിനിയും പറയാനുണ്ട്, എനിക്കിനിയും. എടാ പോയി പൊന്നു വെണ്ണുമ്പിള്ള, നിങ്ങളാ കോടതിയിൽ ഈ കാര്യം റോഡിൽ നിന്ന് പറയുന്ന കാര്യം വൃത്തിയായിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ, തെളിവുണ്ടായിരുന്നെങ്കിൽ അവിടെ പിടിക്കത്തില്ല. എവര് റോഡിൽ നിന്ന് പറയും എനിക്കിനിയും പറയാനുണ്ട്, എനിക്കിനിയും പറയാനുണ്ട്. ദിലീപ് കുറ്റക്കാരനാണെന്ന് 100% എനിക്ക് ഉറപ്പ്. ഇവര് വൃത്തിയായിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഈ പണി റോഡിൽ നിന്ന് പറയാതെ. എന്നാൽ ഇവർക്ക് ഇനി കേസേ കിട്ടത്തില്ല. കാരണം ആരണ്ടൊക്കെ കീഴിയൊന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ കൊണ്ടുപിള്ളേ നിങ്ങൾ ഈ റോഡിൽ എന്ന് പറയാതെ ആ കോടതിയിൽ ഈ കാര്യം വൃത്തിയായിട്ട് പറഞ്ഞാൽ തെളിവുണ്ടെങ്കിൽ തെളിയിച്ചാൽ എന്ത് ചെയ്യണം? കാരണം ഒരു രീതിയിൽ മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. കോടതി എല്ലാ ദിവസത്തെയും ആദ്യമായിട്ട് അവസാനം അതുപോലുള്ള കേസ് റെക്കോർഡാണ്. എവിടെ ഇതിനകത്ത് ഇത് പറയുന്നത് പോലെ മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും തെളിവുകൾ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനും പറ്റുന്ന അത് തന്നെ പറ്റിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ദിലീപിനെ അവർ കുടിക്കാനും ഇത് റെക്കോർഡ് ചെയ്ത കാര്യമായി. അപ്പോൾ അതേ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നടന്നത്. അതായത് ഈ ഫോൾഡറിനകത്തുള്ള ഒന്നാര മയ്യ അതിജീവിത, മറ്റേ ഡിയർ. അപ്പൊ ഇതിനകത്ത് ആ ഡിയറുകളുടെ കാര്യം കൂടെ ഈ ഭാഗ്യലക്ഷ്മി ഒന്ന് തിരക്കണം. ഭാഗ്യലക്ഷ്മി വേടന്റെ ബലാത്സംഗം ന്യായീകരിച്ച തീവ്രത കുറഞ്ഞ് അവിടെ പോയിരുന്നു ചിരിച്ചും കളിച്ചാൽ കുഴപ്പമില്ല. ഇതിന് മാത്രമാണ് ഭാഗ്യലക്ഷ്മിക്ക് മോങ്ങൽ വരുന്നതും തൊഴിലുറപ്പിന് പോകാൻ തോന്നുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യത്തിനൊക്കെ തോന്നുന്നതും. അപ്പൊ ഇവരെന്തിനേലും പൊക്കോട്ടെ. അപ്പൊ ഈ കാര്യം ഒന്ന് ബാക്കിയുള്ള അതിജീവികളുടെ കാര്യം കൂടെ ഒക്കെ ഒന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ് അയാളുടെ ഫോൾഡർ നീതി ഒന്ന് മേടിച്ചു കൊടുക്കണം. ഇത് കണ്ടു കാണുമെന്ന് എനിക്കറിയത്തില്ല. മറ്റേ ഫോൾഡറോട് ഒന്ന് കാണണം. അവരെയും കൂടെ ഒന്ന് ചോദ്യം ചെയ്തായിരുന്നു. ഇത് കൃത്യമായിട്ട് ഒരു ഗൂഢാലോചന ഇല്ലാതെ സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഒരുത്തനാണെന്ന് പോലീസിന് മനസ്സിലാവാൻ പ്രയാസമില്ലായിരുന്നു. പോലീസിന് അത് മനസ്സിലായിട്ടും ഇയാളെ കൊടുക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ഗൂഢാലോചന ദിലീപിനെതിരെ നടന്നിരുന്നു. അത്രേ ഉള്ളൂ.